നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ ഈ മഹത്തായ പരിശുദ്ധ റമളാൻ. ഇതുവരെയും നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ അമലുകളൊക്കെ നമ്മൾ ചെയ്തു. ഇനി റമളാനിൽ നിന്ന് കുറഞ്ഞ സമയം, ഒരു പക്ഷേ ഇന്ന് മാസം കാണുകയാണെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി ഇല്ലെങ്കിലും നമുക്ക് ഏകദേശ രാഷ്ട്രങ്ങളിലും ഒരു ദിവസം, ചില രാഷ്ട്രങ്ങളിൽ മിക്കവാറും മാസം കാണുന്നുവെങ്കിൽ അവിടെയും നാളെ മാത്രമാണുള്ളത്. ഏതായിരുന്നാലും ശരി, ഈ ചെറിയ സമയം മാത്രമാണ് റമളാനിൽ നമുക്ക് ബാക്കിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ പിരിയുന്ന സമയത്ത് സാധുക്കളായ നമ്മളെ മുഴുവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട വിധത്തിൽ ഈ റമളാൻ നമ്മിൽ നിന്ന് പിൻവലിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, എന്താണ് പെരുന്നാൾ? പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരു എന്ന് പറയുന്ന മലയാള വാചകം അത് വലുത് എന്നറിയിക്കുന്നതാണല്ലോ. പെരും പാമ്പ്, അതുപോലെ തന്നെ പെരും കാല് എന്നൊക്കെ പറയാം, വലുത് എന്ന അർത്ഥത്തിലാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണിത് വലിയ ദിവസമായത്? അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ലഭിക്കുന്ന വളരെയേറെ മഹത്വമുള്ള ദിവസം, അതാണ് പെരുന്നാൾ. നമ്മൾ സാധാരണയായി പെരുന്നാളിനെ സംബന്ധിച്ച് പെരുന്നാൾ ആഘോഷം എന്നാണ് പറയാറുള്ളത്. ആഘോഷം എന്ന് പറഞ്ഞാൽ സന്തോഷമാണല്ലോ. എന്തുകൊണ്ടാണ് പെരുന്നാൾ സന്തോഷത്തിൻ്റെ ദിനമായത്? 2 പെരുന്നാളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ 2 പെരുന്നാളുകളും, ഒന്ന് വലിയ പെരുന്നാൾ, വലുത് എന്ന് പറയുന്നത് തന്നെ അതിന് മഹത്വം കൂടുതലുള്ളത് കൊണ്ടാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ദിവസം എന്നാണ്. അതിൻ്റെ കൂടെ വലിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ബലിപെരുന്നാൾ എന്ന് പറയും. ബലി അർക്കപ്പെടുന്നത് കൊണ്ടാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന പെരുന്നാൾ അതിനെ അപേക്ഷിച്ച് ചെറുതായതുകൊണ്ടാണ്. അപ്പം ഈ മഹത്തായ പെരുന്നാളിൻ്റെ ദിനങ്ങൾ എന്തുകൊണ്ടാണ് ആഘോഷ ദിവസമായത് എന്ന് നാം ചിന്തിക്കണം. 2 പെരുന്നാളുകളും നോമ്പിനോടനുബന്ധിച്ചാണ് വരുന്നത്. ഒന്ന് പരിശുദ്ധ റമളാനിലെ അതിമഹത്തായ ഫർളായ നോമ്പിൻ്റെ സമാപനമാണ് ചെറിയ പെരുന്നാൾ. അപ്പുറത്തുള്ളതോ ദുൽഹജ്ജ് മാസം 1 മുതൽ 9 വരെ നോമ്പ് പ്രധാനപ്പെട്ട സുന്നത്താണ്. 8 പ്രത്യേകം സുന്നത്താണ്. 9 അന്നത്തെ നോമ്പ് എന്ന് പറയുന്നത് ഹാജിമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരുന്ന ഒരു കൊല്ലത്തെയും ദോഷം പൊറുക്കപ്പെടുന്ന വളരെ മഹത്തായ സുന്നത്ത് നോമ്പാണ്. ഈ നോമ്പിനോട് ചേർന്നാണ് 2 പെരുന്നാളുകളുമുള്ളത്. ഇനി നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചു. ആ മനുഷ്യരിൽ അള്ളാഹു ചിലർക്ക് സ്വർഗം കൊടുക്കുന്നു, ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. വലഖദ് ദറഅനാ ലി ജഹന്നം എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അള്ളാഹു തആല അതിൽ നമ്മൾ ആരെയും പെടുത്താതിരിക്കട്ടെ. അവൻ്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് സ്വർഗാവകാശികളെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഈ ആളുകൾ നരകത്തിന് കാരണക്കാരാകുന്ന, നരകത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തു പോയ പാപികളായ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ധാരാളമായി മോചിപ്പിക്കുന്ന 2 സമയങ്ങൾ. അത് ഒന്ന് അറഫ ദിവസം. അറഫ ദിവസം അല്ലാഹു തആല എത്ര ആളുകളെയാണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ റമളാനിൽ എത്ര ആളുകളെയാണ് അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഈ നരകമോചനം ലഭിച്ചാൽ അതിൽ ആഘോഷമില്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യന് പിന്നെ എന്താണ് ആഘോഷം? നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്നത് തന്നെയാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. വിജയം കൈവരിക്കുമ്പോഴല്ലേ ആഘോഷിക്കുക. എന്നാൽ ഏറ്റവും വലിയ വിജയം എന്താണ്? നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ കടത്തപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ നിശ്ചയം വിജയം കൈവരിച്ചു. ആ വിജയം ലഭിക്കാൻ, നരകത്തിലുള്ള മോചനം ലഭിക്കുന്ന സമയം, ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ദിവസമാണ് റമളാനിന്റെ അവസാനത്തെ ദിനം. അതുപോലെ അറഫയുടെ 9ാമത്തെ ദിനം, അറഫയുടെ ദിനം ദുൽഹജ്ജ് 9ന്റെ അന്ന്. ആ 2 മോചനങ്ങൾ, നരകത്തിലുള്ള മോചനം, അതൊരു ചെറിയ മോചനമല്ല, ഒരു ജയിൽ മോചനം പോലെയല്ല, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ നിന്നോ രോഗത്തിൽ നിന്നുള്ള മോചനം പോലെയല്ല. രോഗവും ജയിലും ഒക്കെ കൂടി വന്ന മരണം വരെ കാലം തിരയുന്നുണ്ട്. അത് തന്നെയും അതിന് ഒരു പരിധിയുമുണ്ട്. നരകമെന്ന് പറയുന്നത് ഇന്ന് നാം കാണുന്ന തീയിൻ്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം. ആ ജഹന്നമിൽ നിന്ന്, നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം തന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു വിജയം വേറെ എന്താണ്? അതിനേക്കാൾ വലിയ ഒരു സന്തോഷത്തിന് വകുപ്പ് വേറെ എന്താണ്?
അതുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷത്തിന് വകുപ്പുള്ള ദിനങ്ങൾ അതാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള പെരുന്നാളായി നമ്മുടെ ഈ പെരുന്നാളും നമ്മുടെ എല്ലാ പെരുന്നാളുകളും അല്ലാഹു തആല നമുക്കാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ അവനെന്ത് ആഘോഷം, എന്ത് പെരുന്നാൾ, അവൻ്റെ കാര്യം വളരെ പ്രയാസം തന്നെ. അതാണ് ഇത്ഹാഫിൽ ഇഹിയയുടെ വ്യാഖ്യാനമായി ഇത്ഹാഫിൽ പ്രത്യേകമായി, അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി, ഈ യാനത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആഘോഷം നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്നതാണ് ആഘോഷം. നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അതിനേറ്റവും നല്ല സന്ദർഭമാണ് ഇപ്പോഴുള്ള ഈ സന്ദർഭം. അള്ളാഹുവിലേക്ക് മടങ്ങി നമ്മൾ റമളാൻ പിരിയാൻ പോകുന്നു. ഈ സമയത്തും അള്ളാഹുവിങ്കിൽ നമുക്ക് മോചനം ലഭിക്കുന്നില്ലെങ്കിൽ, ഈ സമയത്തും അള്ളാഹു നമുക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരായിപ്പോയി. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖൽബ് പൂർണ്ണമായി തിരിക്കണം. പെരുന്നാൾ എന്ന് പറയുന്നത് വലിയ മഹത്വമായ ആ ദിവസത്തിൽ നമുക്ക് സുന്നത്തായ കർമ്മങ്ങളുണ്ട്, നിർബന്ധമായ കർമ്മങ്ങളുമുണ്ട്. ചെറിയ പെരുന്നാളിന് നിർബന്ധമായ കർമ്മമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നത്. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് കേൾക്കാത്തവർക്കും യൂട്യൂബിൽ അത് കേൾക്കാൻ സാധിക്കും. ഫിത്ർ സക്കാത്ത് ഓരോരുത്തരുടെയും ശരീരത്തിന് വേണ്ടി നൽകുന്ന ഒരു നിർബന്ധ ദാനമാണ്. അത് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന മഹത്തായ ധർമ്മം, അത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ സുബഹി മുതൽക്കാണ് അത് നൽകാൻ ഏറ്റവും നല്ല സമയം. പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അത് നീട്ടിവെക്കരുത്. ഉച്ചവരെ കൊണ്ടുപോകാം, പക്ഷേ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് കൊടുത്തു വിടുകയാണ് ഏറ്റവും നല്ലത്. അതിന് തലേ ദിവസം രാത്രി തന്നെ അത് കൊടുക്കാം, പെരുന്നാളായി കഴിഞ്ഞാൽ കൊടുക്കാം. റമദാനിൽ തന്നെ റമദാൻ ആയാൽ കൊടുക്കാം, പക്ഷേ അതിന് വാങ്ങിയവർ വാങ്ങാനും കൊടുത്തവർ കൊടുക്കാനും ഒക്കെ അർഹരായി നിലനിൽക്കണം എന്ന നിബന്ധനയുണ്ട്. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ആ മഹത്തായ കർമ്മം അത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ധാന്യം തന്നെ കൊടുക്കണം, അത് പ്രധാന ഭക്ഷ്യവസ്തു ആയിരിക്കണം. അപ്പോൾ നമ്മൾ അരിയാണ് കൊടുക്കേണ്ടത്, അതല്ലാതെ വേറെ കൊടുക്കരുത്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ എതിർചേരിയിലുള്ള ഒരാൾ, ഇവിടെ കുറ്റ്യാടിയിൽ തന്നെയുള്ള ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞു, ഇക്കൊല്ലം എല്ലാവർക്കും വീട്ടിലെ അരി ധാരാളം കിറ്റായിട്ടും അല്ലാതെയൊക്കെ കിട്ടിയതുണ്ട്, അതുകൊണ്ട് കൊടുക്കുന്ന അരി കുറച്ച് കായമരി കൊടുക്കുക, ബാക്കി കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മഞ്ഞളും മുളകും ഒക്കെ കൂടി ഫിത്ർ സക്കാത്ത് കൊടുക്കാമെന്നാണ്. എന്ത് പറയാനാ? അല്ലാഹു തആല പറഞ്ഞു, ലാ തുബ്തിലു അമാലക്കും, നിങ്ങൾ അമലുകൾക്ക് ബാത്തിലാക്കി കളയരുത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വഴിപ്പെടുക എന്നാണ്. അല്ലാഹു തആലയും അള്ളാഹിൻ്റെ റസൂലും കൽപ്പിച്ചതിന് വഴിപ്പെടുക. ആ വഴിപ്പെടാൻ തയ്യാറില്ലാതെ അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവനവൻ്റെ മനസ്സിൽ തോന്നുന്നതനുസരിച്ച് ഇസ്ലാം മതം ഉണ്ടാക്കുക. ഇതാണ് പൂർവ്വകാലത്തുള്ള അഹ്ലു കിതാബിൽപ്പെട്ട പണ്ഡിതന്മാർ ചെയ്തത്. അവർ സ്വയം മതം ഉണ്ടാക്കി, എന്നിട്ട് അവർ മതമാക്കി, മതനിയമങ്ങളാക്കി അവരെ വകയിൽ പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോഴത്തെ പുത്തൻവാദികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരാണ് ഇദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ, ഭക്ഷ്യവസ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് മാറ്റിമറിക്കാൻ ആരാണ് അദ്ദേഹത്തിന് അധികാരം കൊടുത്തത്? ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു, അത് മാറ്റാൻ ആർക്കാണ് ഇവിടെ അധികാരം? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബത്തോ ജീവിതത്തിൽ അറബിയിൽ ഖുതുബോദി, അറബിയിലല്ലാതെ ജമാഅ നിസ്കരിച്ചിട്ടില്ല, പെരുന്നാളും നിസ്കരിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ഭാഷ മാറ്റാൻ ആർക്കാണ് അധികാരം? അപ്പോൾ അവനവൻ്റെ ബുദ്ധി കൊണ്ട്, അവനവൻ്റെ യുക്തി കൊണ്ട് ഇങ്ങനെയാണ് നല്ലത് എന്ന് തീരുമാനിച്ച് ചെയ്യുക. അതാണ് പരിശുദ്ധ ഖുർആനിൽ യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ എന്ന് പറഞ്ഞു. ഈ പുത്തൻവാദികളെ സംബന്ധിച്ച് അവർ നല്ല കാര്യമാണ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, പക്ഷേ അവർ ഏറ്റവും വലിയ നഷ്ടപ്പെട്ടവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ നമുക്കങ്ങനെ മാറ്റാനൊന്നും അധികാരമില്ല. നിങ്ങൾ നോക്ക്, ഈ പെരുന്നാളിൻ്റെ അന്ന് മിനയിൽ
എത്ര ആടുകളെയാണ് അറുത്തിടുന്നത്, ലോകത്തൊട്ടാകെ എത്രയാണ് അറക്കുന്നത്. എന്നാൽ ഈ മാംസം അവിടെ ചിലവാകുന്നില്ല, അവർ തിന്നുന്നില്ല. എന്നിട്ട് ആ മാംസം അങ്ങനെ ചിലവാകുന്നില്ല വിചാരിച്ചിട്ട് അറവിന് പകരം വേറൊരു സംഗതി നമുക്ക് പകരം ആക്കാൻ പറ്റുമോ? ഫസല്ലി റബ്ബിക വൻഹർ, പെരുന്നാൾ നിസ്കരിക്കണം, വലിയ പെരുന്നാളുടെ പെരുന്നാൾ നിസ്കരിക്കണം, അറവും നടത്തണമെന്ന് പറഞ്ഞു. അതിന് അറവിന് പകരം ആളുകൾക്ക് ഉപകരിക്കുക വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് വലിയ പെരുന്നാളിന് കുറച്ച് കായമാരി വാങ്ങി കൊടുത്താൽ മതിയാവും ഉദഹിയത്തിന് പകരം. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് കൊടുത്താൽ മതിയാവോ? അതിന് ആ ഉദഹിയത്തിൻ്റെ പറയപ്പെട്ട മൃഗം തന്നെ അറുത്ത് കൊടുക്കണ്ടേ? നേരെ മറിച്ച് ഒരാളെ വീട്ടിൽ ധാരാളം ഇറച്ചി ഇങ്ങനെ വരുന്നു വിചാരിച്ചിട്ട് ഇനി ഇറച്ചി കൊടുക്കണ്ട വേറൊരു സാധനമാക്കാം ഉദഹിയത്ത് തന്നെ നടക്കുമോ? പറ്റുമോ? കാരണം അപ്പോൾ അള്ളാഹിൻ്റെ ദീന് മാറ്റലായി. ദീന് മാറ്റാൻ നമുക്ക് അധികാരമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് സാധുക്കൾക്ക് കൊടുക്കാൻ അവൻ്റെ ഖജനാവിൽ ഇല്ലായിട്ട് നമ്മളെ ഏൽപ്പിച്ചതൊന്നുമല്ല. ഓരോരുത്തരുടെ ആവശ്യത്തിന് നമ്മൾ അതൊന്ന് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുത്തെ ഏൽപ്പിച്ചതൊന്നുമല്ല. നമ്മളല്ല പരീക്ഷിക്കാൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നുണ്ട്. അതാണ് ഇസ്ലാം. പറഞ്ഞതുപോലെ സുബഹി സമയം 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. രാവിലെ തന്നെ കുറച്ച് കൂടി ഇരുന്നുകൊണ്ട് 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജുമാ നിസ്കരിക്കുമ്പോൾ വലിയ ബഹുമാനമുള്ള ദിവസമല്ലേ, എന്നാൽ പിന്നെ ജുമാൻ്റെ റക്അത്ത് 4 ആക്കാൻ പറ്റുമോ? ളുഹ്റാണ് നിസ്കരിക്കുന്നത് 4, ജുമാ 2. പറഞ്ഞ പോലെ അതിന് മാറ്റം വരുത്താൻ പറ്റുമോ? അപ്പോൾ ഈ മാറ്റം വരുത്തുക, അതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളുടെ പരിപാടി. ദീന് മാറ്റം വരുത്തുക. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ സഹാബത്ത് കാണിച്ചു തന്നതുപോലെ നമുക്ക് മുൻഗാമികളായ ഇമാമികൾ പഠിപ്പിച്ചതുപോലെ ജീവിക്കുക. അതാണ് സുന്നത്ത് ജമാഅത്ത്, നബിയും സഹാബത്തും പഠിപ്പിച്ചത്. നേരെ മറിച്ച് അവനവൻ്റെ ഇഷ്ടത്തിന് മതം മാറ്റുക, മതത്തിൻ്റെ നിയമം മാറ്റുക, ഇതാണ് നേരത്തെ യഹൂദികളിലും നിസ്രാനികളിലുമുള്ള പണ്ഡിതന്മാർ ചെയ്തത്. അങ്ങനെയാണ് ആ ദീൻ തകർന്നു പോയത്. അതേമാതിരി അള്ളാഹുവിൻ്റെ ദീൻ മാറ്റിമറിക്കുന്ന കക്ഷികളുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളാരും ഫിത്ർ സക്കാത്ത് ധാന്യമല്ലാതെ കൊടുക്കരുത് എന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിൽ ഖീമത്ത് കൊടുത്താൽ, വില കൊടുത്താൽ മതി എന്നുണ്ട്. ആ മദ്ഹബ് സ്വീകരിച്ചവർക്ക് അങ്ങനെ ചെയ്യാം എന്നല്ലാതെ ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും കയറി എന്തെങ്കിലും പറയുന്നതനുസരിച്ചൊന്നും നമ്മൾ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഫിത്ർ സക്കാത്ത് അതിൻ്റെ നിയമപ്രകാരം കൊടുക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. കൊടുക്കൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും കൊടുക്കൽ നിർബന്ധമാണ്. അന്നത്തെ ദിവസം രാത്രിയിലും പകലും ആവശ്യമായ ചെലവിൻ്റെ വകുപ്പ് കഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കൊടുക്കണം എന്നാണ് എൻ്റെ നിയമം. അതില്ലാത്ത ആരും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. കൊടുക്കുമ്പോൾ അവനവൻ്റെ ശരീരത്തിൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെ ഫിത്ർ സക്കാത്തും കൊടുക്കണം. അതെല്ലാം ഞാൻ വിശദമായി 2 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന മസലകളാണ്. ഇപ്പോൾ ഫിത്ർ സക്കാത്ത് നിർബന്ധമായും നമ്മൾ കൊടുക്കണം. മറ്റൊന്നാണ് പെരുന്നാളിൻ്റെ അന്നുള്ള വലിയൊരു അമലാണ്. മഗ്രിബ് മുതൽക്ക് പെരുന്നാൾ നിസ്കാരം വരെ ചെറിയ പെരുന്നാളിൻ്റെ ദിനത്തിൽ തക്ബീർ ധാരാളം ചൊല്ലുക. അതൊരു വലിയ പുണ്യമുള്ള അമലാണ്. അത് നമ്മൾ നിർവഹിക്കണം. തക്ബീർ വളരെ കുറഞ്ഞു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എത്ര തക്ബീർ കേൾക്കുമായിരുന്നു. ഇപ്പോൾ തക്ബീർ കേൾക്കലില്ല. തക്ബീർ ധാരാളമായി നമ്മൾ ചൊല്ലണം. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ വലിയ തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, തക്ബീർ നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പെരുന്നാൾ തന്നതിന് അതിനു വേണ്ടിയാണ്, റമദാൻ തന്നതിന് അതിനു വേണ്ടിയാണ് തക്ബീർ എല്ലാം. അതുകൊണ്ട് തക്ബീർ ധാരാളമായി നമ്മൾ ചൊല്ലണം എന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. അത് പ്രത്യേക സുന്നത്താണ്. വലിയ പെരുന്നാളാകുമ്പോൾ അന്നും പെരുന്നാൾ രാവ് മഗ്രിബ് മുതൽക്ക് അതുപോലെ ഇമാമ് തക്ബീർ കെട്ടുന്നത് വരെ, പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത് വരെ എല്ലാ സമയത്തും തക്ബീർ സുന്നത്തുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. അതിൻ്റെ പുറമെ വലിയ പെരുന്നാളിന് നമുക്കറിയാം ദുൽഹജ്ജ് 1 മുതൽക്ക് തന്നെ ഉദ്ഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ, അതായത് പശു, ആട്, ഒട്ടകം, അത്തരം മൃഗങ്ങൾ കണ്ട അല്ലാഹു അക്ബർ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിൻ്റെ പുറമെ മിൻ സുബ്ഹി യൗമി അറഫത്ത ഇലാ അസ്രി ആഖിരി അയ്യാമി തശ്രീഖ്, അറഫ ദിവസത്തെ സുബ്ഹി മുതൽക്ക് അയ്യാമു തശ്രീഖിൻ്റെ അഥവാ ദുൽഹജ്ജ് 13 അന്നത്തെ അസറിൻ്റെ ശേഷം വരെ ഓരോ നിസ്കാര ശേഷം ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായി തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അത് നമ്മൾ നിർവഹിക്കണം. തക്ബീർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വലിയ പെരുന്നാളിനുള്ള വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നത്. അതേ സമയത്ത് നമ്മുടെ ചെറിയ പെരുന്നാളിന് വളരെ പ്രധാനപ്പെട്ട നിർബന്ധമാണ് ഫിത്ർ സക്കാത്ത് എന്ന ആ 2 ധർമ്മങ്ങൾ. ഒരു റമദാനിൽ മാംസമാകുന്ന ഭക്ഷണം കൊടുക്കാനും മറ്റൊരു റമദാനിൽ ധാന്യമാകുന്ന ഭക്ഷണം കൊടുക്കാനുമാണ്
ഇസ്ലാമിൽ കൽപ്പനയുള്ളത്. അതനുസരിച്ച് കൽപ്പിച്ചതുപോലെ ജീവിക്കുക. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണം. ആ പറഞ്ഞതുപോലെ ജീവിക്കുക. എങ്ങനെയെന്നൊന്നും നമുക്ക് നോക്കേണ്ട വിഷയമൊന്നുമില്ല. ഹജ്ജിന് പോയാൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത് അത് നിങ്ങൾ എടുത്തു നോക്ക്. ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 7 ചെറിയ കല്ലുകൊണ്ട് എറിയുന്നത്, അത് എറിഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം? ആർക്കാ കൊണ്ട് കാര്യം കിട്ടുക? അതൊന്നുമല്ല. അള്ളാഹ് കൽപ്പിച്ച സമയത്ത് കൽപ്പിച്ച പോലെ ചെയ്യുക. അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം. അല്ലാതെ അവനവൻ്റെ ഇഷ്ടത്തിന് മതം ഉണ്ടാക്കലല്ല, ഉള്ള മതം അനുസരിച്ച് ജീവിക്കുക. അതാണ് മുസ്ലിം. അപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളാവുക എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്ക് സുന്നത്ത് ജമാഅത്തുകാരനായാലേ ശരിയായ മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി പറയാനുള്ളത് പെരുന്നാൾ നിസ്കാരമാണ്. ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും പ്രത്യേക നിസ്കാരം സുന്നത്തുണ്ട്. സുന്നത്താണെന്ന് വളരെ ശക്തിയായ സുന്നത്താണ്. ഒരഭിപ്രായത്തിൽ ഫർദ് കിഫയാണ് എന്നുമുണ്ട്. ഏതായിരുന്നാലും ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി തക്ബീർ ചൊല്ലി നിസ്കരിക്കുക. വലിയ പെരുന്നാളാകുമ്പോൾ വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീർ ചൊല്ലാം. തക്ബീർ ചൊല്ലിയ ഉടനെ നമ്മൾ വജ്ജഹത്ത് ഓതുക. സാധാരണ നിസ്കാരത്തിന് ഓതുന്ന പോലെ തന്നെ വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതിയതിന് ശേഷം 7 പ്രാവശ്യം ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ എന്ന തക്ബീർ. ആ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നത് നല്ലതാണ്. അതേപോലെ രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ വന്നാൽ ആ രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്ന ഉടനെ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. അതിൻ്റെ ഇടക്കും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിന് പ്രത്യേകതയുള്ളത്. അങ്ങനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതാണ് പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരത്തിൽ ഖാഫ് സൂറത്ത് ഓതുന്നത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓതുന്നില്ലെങ്കിൽ സബ്ബിഹിസ്മ സൂറത്തും അല്ലാത്ത ഹദീസുൽ ആശിയ എന്ന സൂറത്തും ഓതാം. ഏതായിരുന്നാലും ശരി, ആ മഹത്തായ പെരുന്നാൾ നിസ്കാരം നമ്മളെല്ലാവരും നിസ്കരിക്കണം. അത് നമുക്ക് ജമാഅത്തായി നിസ്കരിക്കുന്നതിനാണ് വലിയ പുണ്യം. ഈ വർഷം നമുക്ക് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാനുള്ള പ്രയാസം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വീടുകളിൽ വെച്ച് നമ്മളുള്ള സ്ഥലങ്ങളിൽ വെച്ച് പെരുന്നാൾ നിസ്കരിക്കാം. പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വലിയ പുണ്യമാണ്. അതുകൊണ്ട് വീടുകളിൽ വെച്ച് ജമാഅത്തായി തന്നെ നമുക്ക് നമ്മുടെ ഭാര്യമാരെയും കുട്ടികളെയും ഒക്കെ കൂട്ടി വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിക്കാം. അങ്ങനെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാം. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ജുമുഅ പോലെയല്ല, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ 2 ഖുതുബകൾ സുന്നത്തുണ്ട്. ആ 2 ഖുതുബകൾ ഒരാൾ മാത്രം ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഖുതുബ സുന്നത്തില്ല, സ്ത്രീകൾ മാത്രം നിസ്കരിക്കുമ്പോഴും ഖുതുബ സുന്നത്തില്ല. അതേസമയത്ത് പുരുഷന്മാർ നിസ്കരിക്കുമ്പോൾ 2 ഖുതുബ ഓതൽ സുന്നത്തുണ്ട്. ജുമുഅ നിസ്കാരം പോലെ 40 ആളുകൾ വേണം എന്ന നിബന്ധന ഈ നിസ്കാരത്തിന് ഇല്ല, ഖുതുബക്കും ഇല്ല. അതുകൊണ്ട് വെറും 2 ആളാണെങ്കിലും ഖുതുബ ഓതാം. ഖുതുബ കുറേ നീട്ടി ഓതണം എന്നില്ല. ഖുതുബയുടെ ഫർളുകളൊക്കെ നമ്മൾ കൊണ്ടുവരികയും അതോടുകൂടി തന്നെ സുന്നത്തായത് ഒന്ന് ഉൾപ്പെടുത്തുകയും ചെയ്താൽ ഖുതുബ നീണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഖുതുബക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള സലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് എങ്ങനെയോ സലാത്ത് കൊണ്ടുവരിക. മറ്റൊന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഊസീക്കും ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അത് കൊണ്ടുവരിക. പിന്നെ ഒരായത്ത് ഓതുക, ഒരു പൂർണ്ണമായ ഒരായത്ത്. പിന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ നടത്തുക. ഇതാണല്ലോ വേണ്ടത്. 2 ഖുതുബകളാണ് നിർവഹിക്കേണ്ടത്. അതിൽ ഏതെങ്കിലും ഒരു ഖുതുബയിലാണ് ആയത്തോതൽ നിർബന്ധമുള്ളത്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതും ഏതെങ്കിലും ഒരു ഖുതുബയിൽ കൊണ്ടുവന്നാൽ മതിയാകും. ഹംദും സലാത്തും തഖ്വ കൊണ്ടുള്ള വസിയത്തും 2 ഖുതുബയിലും കൊണ്ടുവരണം. ഇത് വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഖുതുബയും നമ്മൾ അവന് മെമ്പർ നിർബന്ധമില്ല. നമ്മൾ ഒന്ന് ഇരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു കസേര അവിടെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഒരു കസേരയും വെച്ച് അവിടെ നിലത്ത് തന്നെ നിന്നിട്ട് ഖുതുബ നിർവഹിക്കാം. അങ്ങനെ പെരുന്നാൾ നിസ്കാരവും അതുപോലെ അതിൻ്റെ ഖുതുബയും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണയായി പലരും മരിച്ചവരുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് യാസീൻ ഓതിയൊക്കെ ദുആ ചെയ്യുന്ന പതിവുണ്ട്. അത്തരം പതിവുകളൊന്നും നമ്മൾ ഒഴിവാക്കരുത്. നല്ല കാര്യങ്ങൾ പതിവാക്കിയാൽ അതൊന്നും നമ്മൾ ഒഴിവാക്കരുത്. അതൊക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം. കാരണം നമുക്ക് പെരുന്നാളാണ്, ആഘോഷമാണ്. നമ്മളെ മരിച്ചുപോയ ബാപ്പ ഉമ്മയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പെരുന്നാളൊക്കെ നേരത്തെ പഠിപ്പിച്ച് തന്നവരും നമുക്ക് പെരുന്നാളിന് വസ്ത്രം വാങ്ങി തന്നവരൊക്കെ, അവരെ ഖബറിൽ അവർക്കും ഒരു സന്തോഷം വേണ്ടേ? അവർക്കൊരു സന്തോഷത്തിന് അവർ ഖുർആൻ ദുആ ചെയ്താൽ അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അതിനൊക്കെ തിരക്ക് കൂട്ടരുത്. സാധാരണ നമുക്ക് പള്ളിയിൽ വെച്ച് തന്നെ ചെയ്യുമ്പോൾ ചിലർക്ക് അല്ലാത്ത തിരക്ക് കാണിക്കും. അങ്ങനെ തിരക്ക് കാണിക്കരുത്. നമ്മളെ വാപ്പാനോടും ഉമ്മാനോടൊക്കെ കടപ്പാടൊക്കെ നമ്മൾ വീട്ടണം. നമ്മളെ കുടുംബങ്ങളോട് ഉസ്താദുമാരോട് കടപ്പെട്ടവരോടൊക്കെ കടപ്പാട് വീട്ടാൻ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നമ്മളെപ്പോഴും അതിൽ മുൻപന്തിയിലും
അത് സ്ഥിരമായി കൊണ്ടുവരുന്നവരിലും ഉൾപ്പെടണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ പെരുന്നാൾ ദിവസം, പെരുന്നാൾ ആഘോഷത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഹലാലായ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാം. പക്ഷേ ഈ വർഷം ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ നമുക്ക് മറ്റുള്ള ടൂറും മറ്റ് യാത്രകളും അതുപോലെ തന്നെ മറ്റ് അങ്ങാടികളിലൊക്കെ പോകലും ഒരാഘോഷത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന പരിപാടികൾ അത് ഈ വർഷം നമുക്ക് അനുയോജ്യവുമല്ല, അത് ശരിയുമല്ല. അതേ സമയത്ത് നമ്മുടെ ഇബാദത്തുകൾക്കൊന്നും യാതൊരു കുറവും വരുത്താതെ എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹു തആല കഴിവ് തന്നതനുസരിച്ച് ഇത്തഖുല്ലാഹ മസ്തതഅ്തും, അള്ളാഹു കഴിവ് തന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ഇബാദത്തുകളൊക്കെ നിർവഹിക്കണം എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ്. പെരുന്നാളിൻ്റെ ഖുതുബയിൽ തുടക്കത്തിൽ ഈ സാധാരണ ഖുതുബക്ക് നിസ്കാരത്തിന് ഇല്ലാത്ത ഒരു തക്ബീർ ചൊല്ലൽ നിസ്കാരത്തിൽ സുന്നത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ ഖുതുബയിലും ആദ്യത്തെ ഖുതുബയിൽ ഒരു 9 തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്, രണ്ടാമത്തെയിൽ ഒരു 7 തക്ബീർ ചൊല്ലലും സുന്നത്തുണ്ട്. അതുപോലെ ഖുതുബയുടെ ഓരോ വിഷയങ്ങൾ കഴിയുമ്പോൾ, ഉദാഹരണത്തിന് സലാത്ത് കഴിയുമ്പോൾ ഒരു തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്, പിന്നെ ഒരു തഖ്വ വസിയത്ത് കഴിയുമ്പോൾ ഒരു തക്ബീർ, അങ്ങനെ ഓരോ ഫസ്ലുകൾക്കിടയിൽ പിരിയലുകൾക്കിടയിൽ നമ്മൾ ഓരോ തക്ബീർ ചൊല്ലൽ സുന്നത്ത്. മറ്റൊന്ന്, നമ്മൾ പെരുന്നാൾ വലിയ പെരുന്നാളാകുമ്പോൾ ഏകദേശം 10 ദിവസം മുമ്പ് തന്നെ നമ്മുടെ മാസം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതേസമയത്ത് ചെറിയ പെരുന്നാളാകുമ്പോൾ അത് 29ൻ്റെ അന്ന് വൈകുന്നേരം മാസപ്പിറവി കാണുകയാണെങ്കിൽ നമുക്ക് 29 റമദാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ 30ാമത്തെ ദിവസം ഇല്ല, 1 ശവ്വാൽ 1 പെരുന്നാളായി. ഈ മാസപ്പിറവി അത് കണ്ട് ഇതിൻ്റെ ഖാദിമാർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാളായി. ഇനി അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ട്, അല്ലെങ്കിൽ കണ്ടത് ആയി പറഞ്ഞ ആളെ നമുക്ക് വിശ്വാസമുണ്ടായി, എന്നാലും നമുക്ക് പെരുന്നാളായി. ആ പെരുന്നാൾ മാസപ്പിറവി കാണുന്നതോടുകൂടി പെരുന്നാളാകും, അല്ലെങ്കിൽ ഷാബാൻ 30 പെരുന്നാളാകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പെരുന്നാൾ നിസ്കാരവും ഖുതുബയും അത് നിർവഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാവരും ചെയ്യണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. പെരുന്നാൾ നിസ്കരിക്കേണ്ടത് പള്ളിയിൽ വെച്ചാണ്. നമുക്ക് പക്ഷേ ഈ വർഷം പള്ളിയിൽ പോകാൻ പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത്. പിന്നെ പെരുന്നാൾ നിസ്കാരം ഈദ്ഗാഹിൽ വെച്ച് നിസ്കരിക്കാറുണ്ട്. ഈദ്ഗാഹ് എന്ന് പറയുന്നത് പള്ളി പോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി തന്നെ നിശ്ചയിക്കപ്പെട്ട ഒരു പ്രത്യേക സ്ഥലം, അതാണ് ഈദ്ഗാഹ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇപ്പോൾ ബാംഗ്ലൂരിൽ, മംഗലാപുരത്ത്, അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ഈദ്ഗാഹുകൾ ഉണ്ട്, വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. അവിടെ വെച്ച് പെരുന്നാൾ നിസ്കരിക്കലുണ്ട്. അത് അത്തരം സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്നത് ഗുണകരമാണെന്ന് പറഞ്ഞ ചില മദ്ഹബുകളും ഉണ്ട്. പക്ഷേ നമുക്കവിടെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ കേരളത്തിൽ എൻ്റെ അറിവിൽ അങ്ങനെ ഈദ്ഗാഹുകൾ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകാറുമില്ല. ചിലർ ഈദ്ഗാഹ് എന്ന് പറഞ്ഞിട്ട് ചില മൈതാനിയിലും കടപ്പുറത്തും അതുപോലെ തന്നെ മദ്രസേൻ്റെ മുറ്റത്തും സ്കൂളിൻ്റെ മുറ്റത്തെല്ലാം പോയിട്ട് ഈദ്ഗാഹ് ഇത് ബോർഡ് വെക്കാറുണ്ട്. അതുകൊണ്ട് അത് ഈദ്ഗാഹ് ആവില്ല, അത് സ്കൂളിൻ്റെ മുറ്റം തന്നെയാണ്. അതുപോലെ തന്നെ കടപ്പുറം തന്നെയാണ്. സ്റ്റേഡിയം മൈതാനി അത് ഈദ്ഗാഹ് അല്ല. ഈദ്ഗാഹ് എന്ന് എഴുതി വെക്കുന്നതിനെ പെരുന്നാളിൻ്റെ അന്നൊരു കളവെഴുതിയേക്കാണ്. അത് സത്യമല്ല, അത് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു പഞ്ചസാരൻ്റെ മേലെ കുരുമുളക് എഴുതി വെച്ചുകൊണ്ട് ഇറുമ്പ് കയറാതിരിക്കില്ലല്ലോ. അതുപോലെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈദ്ഗാഹ് എന്ന് ബോർഡ് വെച്ചാൽ എന്നാൽ പിന്നെ പള്ളീൻ്റെ മുകളിൽ തന്നെ ഒരു ചുമരും മേലെ ഈദ്ഗാഹ് നട എഴുതി വെച്ചാൽ പോരെ. എന്നാൽ പിന്നെ പള്ളി ആവുകയും ചെയ്തു, ഈദ്ഗാഹ് എന്ന് ബോർഡും ഉണ്ടായിനെ, ബോർഡ് വെച്ചുകൊണ്ട് പള്ളി ഈദ്ഗാഹ് ആവും. അപ്പോൾ ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ ആളുകളെ വഞ്ചിക്കുന്നൊരു പരിപാടിയുണ്ട്, അത് സുന്നത്ത് ജമാഅത്തിലെ വിരോധികളുടെ പരിപാടിയാണ്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് എന്ന് ഞാൻ ഉണർത്തണം. ഇന്നത്തെ ഈ കൊല്ലത്തെ പെരുന്നാളിനെ പറ്റി അല്ല, ഏത് പെരുന്നാളിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്. അത് വഞ്ചനയാണ്, ആളുകളെ വഞ്ചിക്കുകയാണ്. ഈദ്ഗാഹ് അല്ല, അത് ആളുകളെ വഞ്ചിക്കുന്ന ഒരു ഏർപ്പാടാണ്. വഞ്ചന എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പാടില്ലാത്തൊരു കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിന് വഞ്ചിക്കാറിനാലും പെരുന്നാളിൻ്റെ അന്ന് വഞ്ചിക്കാന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ കുടുംബബന്ധം ചേർക്കുക, അയൽവാസികളെ സന്ദർശിക്കുക, ജനങ്ങൾക്ക് സന്തോഷം പങ്കിടുക, അത്തരം കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ നിയമപരമായി ഉള്ള നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കൊല്ലം പെരുന്നാളിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടത്. നിയമം ലംഘിക്കുക എന്നതും കടുത്ത തെറ്റാണ്. ഇസ്ലാമിൽ എല്ലാ വിഷയത്തിലും നിയമങ്ങളാണ്. അപ്പോൾ നിയമം തെറ്റിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഒരു സമൂഹത്തിൻ്റെ അച്ചടക്കവും ഒരു രാഷ്ട്രത്തിൻ്റെ അച്ചടക്കവും നഷ്ടപ്പെടുത്തുന്ന തീവ്രവാദികളും നിയമലംഘകരും ആകാൻ നമുക്ക് പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് ഓർപ്പെടുത്താൻ.
പിന്നെ പെരുന്നാൾ നിസ്കരിക്കുമ്പോൾ അതിന് ബാങ്കുൽ ഖമത്തുല്ല അസ്സലാത്ത ജാമിഅ എന്ന് വിളിച്ചു പറയലാണ് ആ സമയത്ത് സുന്നത്തുള്ളത് എന്ന് ഉണർത്തുന്നു. പെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നത് പറയാമെന്ന് വെച്ചതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പെടുന്നു. ഇനി മുഅ്മിനീങ്ങളെ, നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ വിഷയം, നമുക്ക് ഈ റമദാൻ പിരിയുമ്പോൾ അല്ലാഹു തആല നാളെയും കൂടി നമുക്ക് റമദാൻ തന്ന വളരെ സന്തോഷം. റമദാൻ പിരിയുന്നു എന്ന് പറയുന്നത് വളരെയേറെ മാനസികമായി വലിയ വിഷമം. കാരണം നമുക്ക് ഏറ്റവും ലാഭം കിട്ടുന്ന, നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കിട്ടുന്ന സമയം അത് നമ്മളെ കൂടെ തന്നെ ഉണ്ടാകുന്നതിലല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് എത്ര വലിയ ലാഭങ്ങളാണ് അല്ലാഹു തആല തരുന്നത്. ആ സമയം ഇനി അടുത്ത കൊല്ലം ആരുണ്ടാവുമെന്ന് ആരറിഞ്ഞു? കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ റമദാനിലുള്ള എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. അല്ലാഹു അവരുടെയൊക്കെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. നമുക്ക് ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും യാത്രയാക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ പടച്ചവനിലേക്ക് ഖൽബ് തിരിക്കണം. പടച്ചവനിലേക്ക് ഖൽബ് തിരിക്കണം. അള്ളാഹിനെ നമ്മളങ്ങേയറ്റം സ്നേഹിക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നതോടുകൂടി ഭയപ്പെടണം. സ്നേഹം ഉണ്ടാകുമ്പോൾ ഭയം ഉണ്ടാവും. ഒരു ബാപ്പാനെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു മകന് ആ ബാപ്പാനെ ധിക്കരിക്കുമ്പോൾ വലിയ ഭയം ഉണ്ടാവും. ബാപ്പ പറഞ്ഞതിനെതിരായി ചെയ്യുമ്പോൾ, ബാപ്പ പറഞ്ഞത് ചെയ്യാതിരിക്കുമ്പോൾ ആ ബാപ്പാൻ്റെ മുമ്പിൽ ഞാനങ്ങനെ ഹാജരാകും എന്ന വലിയ ഭയം ഉണ്ടാവും. ബാപ്പാനെ സ്നേഹിക്കുന്ന മകനാണ് ഭയം ഉണ്ടാകുക. ബാപ്പാനെ ഒരു സ്നേഹമില്ലാത്ത ഒരു മകന് ഇപ്പം എന്താക്കാൻ അയാളെ കാണാൻ എനിക്കല്ലേ ആരോഗ്യമുള്ളൂ എന്നുള്ള ചിന്തയാണ് ചിലപ്പോൾ മകനുണ്ടാകുക. അതേസമയത്ത് ബാപ്പാനോട് സ്നേഹം ഉണ്ടാകുമ്പോൾ ബാപ്പ ഒന്നിനും കഴിയാതെ കയ്യും കാലും കുഴഞ്ഞു കിടക്കുന്ന ബാപ്പയാണെങ്കിൽ പോലും ആ ബാപ്പാനെ വല്ലാത്ത ഭയം ഉണ്ടാവും. അള്ളാഹുവിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്, അള്ളാഹു തആലാന് ഭയപ്പെടുന്നത്, അത് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അക്രമികൾ ഭയപ്പെടുന്ന പോലെയുള്ള ഭയപ്പാടല്ല, സ്നേഹത്തിൻ്റെ പേരിലുള്ള ഭയപ്പാടാണ്. അള്ളാഹു അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും കൂടുതൽ ഈമാനുള്ളവർ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. സ്നേഹിക്കേണ്ടതും അവനെ തന്നെയാണ്. അവൻ തന്നതല്ലാതെ എന്തുണ്ട് നമ്മളെ കയ്യിൽ? അവനല്ലാതെ ആർക്കുണ്ട് ഇവിടെ അധികാരം? അവൻ അല്ലേ നമ്മളെ സൃഷ്ടിച്ചത്? അവനല്ലേ ഉമ്മാൻ്റെ വയറ്റിൽ നമുക്ക് ഭക്ഷണം തന്നത്? ആ ഉമ്മാൻ്റെ വയറ്റിൽ നമ്മളെ സുരക്ഷിതമായി ജീവിപ്പിച്ചത് അള്ളാഹു അല്ലേ? അവിടെ നിങ്ങോട്ട് ഇതുവരെയും എല്ലാം തന്ന രാജാവ്, ആ രാജാവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ആ രാജാവാണെങ്കിലോ എന്തൊരു കാരുണ്യമുള്ള രാജാവാണ്. എത്ര തെറ്റുകളാണ് അവൻ തന്ന അവയവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തത്. എന്തെല്ലാം തെറ്റുകളാണ് അവൻ വിരോധിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അവൻ വിരോധിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കിയത്. എന്നിട്ടൊന്നും ആ ഒരൊറ്റ നിമിഷത്തിൽ തന്നെ നമ്മളെ ശിക്ഷിച്ച് നശിപ്പിച്ച് കളയാനുള്ള എല്ലാ അധികാരവും കഴിവുമുണ്ടായിട്ട് നമ്മളെ നശിപ്പിക്കാതെ, നമ്മളെ ശിക്ഷിക്കാതെ പിന്നെയും പിന്നെയും നമുക്ക് നന്നാകാനുള്ള ചാൻസ് തന്ന റബ്ബ്. ആ ചാൻസ് മാത്രമല്ല, നിങ്ങളെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയാൻ ആവശ്യമായ വെള്ളിയാഴ്ചകളും വെള്ളിയാഴ്ച രാവുകളും അറഫയും പെരുന്നാളും നോമ്പും റമദാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കാനുള്ള ചാൻസുകൾ തന്ന്, ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള അവസരങ്ങൾ തന്ന റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മാൻ, കാരുണ്യം ചെയ്യുന്ന വല്ലാതെ പൊറുക്കുന്ന രാജാവായ അല്ലാഹ്. ആ അള്ളാഹുവിനെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ഭയപ്പെടണം. ആ സ്നേഹിക്കപ്പെടുന്ന രാജാവിൻ്റെ മുന്നിലേക്ക് എന്തെല്ലാമോ തെറ്റുകളുടെ ഭാരവുമായി ഞാനെങ്ങനെ ഹാജരാകും? അവൻ കൽപ്പിച്ച പലതും ഒഴിച്ചുകൊണ്ട് ഞാൻ ആ റബ്ബിൻ്റെ മുന്നിലേക്ക് എങ്ങനെ ഹാജരാകും? അവൻ്റെ കോടതിയിൽ ഞാൻ എങ്ങനെ പോയി നിൽക്കുമെന്ന ചിന്ത നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. അതാണ് സുഹൃത്തുക്കളെ, അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗം കിട്ടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിനെ ഭയപ്പെടുന്നു. എന്നിട്ട് സ്വന്തം ശരീരം ഇച്ഛിക്കുന്ന പലതിൽ നിന്നും, എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ശരീരത്തെ തടയുന്നു. എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കണമല്ലോ എന്ന ചിന്തയിൽ ജീവിക്കുന്നു. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിനെ ഭയപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നവർക്ക് അള്ളാഹു തആല 2 സ്വർഗം നൽകുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരണം. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കണം എന്ന ചിന്തയുള്ളവരാകണം. അങ്ങനെ വരുമ്പോൾ
ഇന്നിപ്പോൾ ഈ പാവപ്പെട്ട എനിക്ക് മരണം സംഭവിച്ചാൽ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ നിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. ഞങ്ങൾ ആരെയും ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും സഹായികളെയും സഹകാരികളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ആരെയും പെട്ടെന്ന് നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, നമ്മളിപ്പോൾ തന്നെ അല്ലാഹു വിളിച്ചാൽ പോകണ്ടയോ? എത്രയെത്ര ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചുപോയി, രോഗത്തിലായി മരണപ്പെട്ടു പോയി, ആക്സിഡൻറ്റിലായി മരണപ്പെട്ടു പോയി, വെള്ളത്തിലായി മരണപ്പെട്ടു പോയി. അങ്ങനെ നമ്മുടെ കൂടെ ജീവിച്ചവരും ഒന്നിച്ച് നടന്നവരും പലരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അതേ, നമുക്കും മരണമുണ്ടല്ലോ, സമയമറിയില്ലല്ലോ. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയില്ല. നിശ്ചയിച്ച സമയത്ത് മരിക്കേണ്ടി വരും. അങ്ങനെ മരിക്കുമ്പോൾ ഒന്ന് ശുദ്ധിയായി പടച്ചവൻ്റെ മുമ്പിലേക്ക് എത്തണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുദ്ധിയായി എത്തേണ്ടതുണ്ട് നമുക്ക്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. സർവ വുളുവിൻ്റെയും ഉടനെ ചൊല്ലൽ സുന്നത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദുആഅല്ലേ, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ. ധാരാളമായി നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരിൽ എന്നെ നീ പെടുത്തണേ അല്ലാഹ്. വജഅൽനി മിനൽ മുതത്വഹിരീൻ. സംശുദ്ധമായവരിൽ എന്നെ നീ പെടുത്തണേ അല്ലാഹ്. എന്നെ നീ ശുദ്ധിയുള്ളവരിൽ പെടുത്തണം. ശാരീരികമായ ശുദ്ധി വേണം. അതേ, മരിച്ചാൽ മയ്യിത്ത് കുളിപ്പിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ ഒതുവെടുക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ശാരീരിക ശുദ്ധി നമ്മൾ നേടുന്നുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം വലുതല്ലേ നമ്മുടെ ആത്മീയമായ ശുദ്ധീകരണം? അതിനെന്ത് വേണം? എല്ലാ കറകളിൽ നിന്നും ചേറുകളിൽ നിന്നും നമ്മെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അത് വൃത്തിയാക്കാനുള്ള മാർഗം അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് നമ്മൾ തൗബ ചെയ്യലാണ്, തെറ്റുകൾക്ക് മാപ്പ് പറയലാണ്. അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. നിങ്ങൾ ആത്മാർത്ഥമായ മനസ്സറിഞ്ഞുള്ള ഖേദിച്ച് മടങ്ങൽ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും എല്ലാ തെറ്റായ മോശമായ കാര്യങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തന്നേക്കും. അതല്ല മറച്ചു വെച്ചേക്കും. അതിനെ ശിക്ഷിക്കുമ്പോഴാണല്ലോ അത് വെളിച്ചത്ത് വരിക. ആരെയും അറിയാതെ അല്ലാഹു അത് നിങ്ങൾക്ക് പൊറുത്തു തന്നേക്കും. വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിപ്പോകുന്ന ഒരുപാട് തോട്ടങ്ങൾ, സ്വർഗങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ അല്ലാഹു നിങ്ങളെ കടത്തും. നിങ്ങൾ തൗബ ചെയ്തോളൂ. യൗമ ലാ യുഖ്സില്ലാഹുൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹു. അല്ലാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്താത്ത ദിവസം, വല്ലദീന ആമനൂ മഅഹു, നബി തങ്ങളെ കൂടെ വിശ്വസിച്ചു കൂടിയ ആരെല്ലാമുണ്ടോ അവരാരെയും അല്ലാഹു പരാജയപ്പെടുത്താത്ത ദിവസം, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം. അവരുടെ മുന്നിലൂടെയും വലതുഭാഗത്തുകൂടെയും ഒക്കെ അവരുടെ പ്രകാശം ഇങ്ങനെ പോവുകയാണ്. പ്രകാശമുള്ള മുഖങ്ങളോടുകൂടെ പ്രകാശത്തോടുകൂടി അവർ നീങ്ങുകയാണ്. യഖൂലൂന, അവരിങ്ങനെ പറയുന്നു, റബ്ബനാ അത്മിം ലനാ നൂറനാ, ഞങ്ങളെ പ്രകാശം ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ. റബ്ബേ വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് മാപ്പാക്കണേ, പുറത്തു തരണേ റബ്ബേ. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അല്ലാഹു ജല്ല ജലാലുഹു, അവനിലേക്ക് ഖൽബ് തിരിച്ച് ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുക. വേറൊരു സ്ഥലത്ത് റബ്ബ് പറയാണ്, ഖുൽ പറയൂ നബിയേ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് തെറ്റ് ചെയ്തു പോയവർ, അഥവാ ശരീരത്തെ നരകത്തിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തവർ. അപ്പം ശരീരത്തോടാണല്ലോ അക്രമം ചെയ്തത്, നരകത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയി ചാടിക്കുകയാണല്ലോ ചെയ്തത്. അങ്ങനെ ചെയ്തു പോയവർ,
അവർ എൻ്റെ അടിമകളാണെന്ന നിലക്ക് അവരെ വിളിച്ചു പറയൂ നബിയേ. അല്ലാഹ് പടച്ച റബ്ബിൻ്റെ ആ വാചകം നോക്ക്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടും എൻ്റെ അടിമകൾ അല്ലാഹു നമ്മളെ കൊണ്ട് പറഞ്ഞില്ലേ, അത് അവൻ്റെ ഒരു വല്ലാത്ത കാരുണ്യമല്ലേ. നമ്മളുടെ ഒരു മകൻ തെറ്റ് ചെയ്താൽ നമ്മൾ ഭാര്യയോട് പറയുന്ന ശൈലി തന്നെ നിൻ്റെ മകൻ ചെയ്ത പണിയറിയോ എന്നാണ്. എൻ്റെ മകൻ അപ്പോൾ പറയൂല, നല്ല മാർക്ക് റാങ്ക് വാങ്ങിയാൽ എൻ്റെ മകന് റാങ്ക് കിട്ടിയെന്ന് പറയും. എന്നാൽ അല്ലാഹു തആല തെറ്റ് ചെയ്തിട്ടും എൻ്റെ അടിമകളെന്ന് റബ്ബ് പ്രയോഗിക്കുകയാണല്ലോ. എൻ്റെ അടിമകളോട് പറയൂ നബിയേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ ദോഷങ്ങളും പുറത്തു തരുന്നവനാണ്, മാപ്പ് തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ് നിശ്ചയം, കാരുണ്യം ചെയ്യുന്നവനാണ് നിശ്ചയം. അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ശരിക്കാത്മാർത്ഥമായി മനസ്സുകൊണ്ട് മടങ്ങുവീൻ. വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെടുവീൻ. സുമ്മ ലാ തുൻസറൂൻ, റബ്ബിൻ്റെ ശിക്ഷ വന്നാൽ പിന്നെ സഹായമില്ല. ഈ കാരുണ്യത്തിലേക്കുള്ള മടക്കം, അല്ലാഹുവിലേക്കുള്ള മടക്കം, അതിന് ഏറ്റവും നല്ല സമയമാണിത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂറത്തുൻ നിസാഇൽ 4 കാര്യം ഈ ഉമ്മത്തിന് ദുനിയാവുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഖൈറായ 4 കാര്യം അല്ലാഹു തആല പറഞ്ഞു എന്നാണ്. അതൊന്നെന്താണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന തെറ്റ് അല്ലാഹ് പൊറുക്കൂല, അല്ലാത്ത എല്ലാ തെറ്റും അള്ളാഹിനോട് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു പൊറുക്കും. വേറൊരായത്ത് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനായി, ധാരാളം ഖേദം സ്വീകരിക്കുന്നവനായി, റഹ്മത്ത് ചെയ്യുന്നവനായി എത്തിക്കും. എപ്പോ തെറ്റ് ചെയ്തു പോയവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കുന്നതിൻ്റെ പുറമേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന തെറ്റിനെ കുറിച്ച് പറയുകയും ആ നബി തങ്ങളോട് അവലാതിപ്പെട്ടതനുസരിച്ച് നബി തങ്ങൾ അവർക്ക് വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്ത് ശുപാർശ നടത്തിയ അല്ലാഹ് പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന ആയത്ത്, അതും സൂറത്തുൻ നിസായിൽ. മറ്റൊന്ന് ഇൻ തജിത്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. വിരോധിക്കപ്പെട്ട വലിയ വലിയ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കിയാൽ, അതേ സബഉൽ മൂബിഖാത്തിൽപ്പെട്ട തെറ്റുകൾ പോലെ, വ്യഭിചാരം പോലെ, കള്ളുകുടി പോലെ, പലിശ പോലെ, അതേ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത് പോലെ, അങ്ങനെ തുടങ്ങിയിട്ട് ശിർക്ക് പോലെ, ഒരാളെ കൊല്ലുന്നത് പോലെ, സ്വന്തം ശരീരം ആത്മഹത്യ ചെയ്യുന്നത് പോലെ, അതുപോലെയുള്ള തെറ്റുകൾ, അതുപോലെ അരസമ്മതികളും വ്യഭിചാരാരോപണം പറയുന്നത് പോലെയുള്ള തെറ്റുകളൊക്കെ ഒഴിവാക്കിയാൽ, വലിയ വലിയ തെറ്റുകൾ ഒഴിവാക്കിയാൽ, നിസ്കരിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ്, നോമ്പെടുക്കാത്തത് വലിയ തെറ്റാണ്, അതുപോലെ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കുന്നത് വലിയ തെറ്റാണ്, അതേ ബിസിനസ്സുകാർ സക്കാത്ത് കൊടുക്കാതെ സ്വന്തം മുതൽ പോലെ പാവപ്പെട്ടവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് കടുത്ത തെറ്റാണ്, അന്യൻ്റെ ഹക്കുകൾ കൊടുത്ത് വിടാതിരിക്കുന്നത് വലിയ തെറ്റാണ്. അങ്ങനെയുള്ള കടുത്ത തെറ്റുകൾ ചെയ്യാതെ നിങ്ങൾ ജീവിച്ചാൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളെ തെറ്റുകളൊക്കെ നമ്മളങ്ങ് പുറത്തു തരും. നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെടും, അതുപോലെ മറ്റ് കർമ്മങ്ങളെ കൊണ്ട് പൊറുക്കപ്പെടും. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, മാനമായ പ്രവേശിപ്പിക്കപ്പെടുന്ന സ്വർഗത്തിൽ ആദരിക്കപ്പെട്ടുകൊണ്ട് നിങ്ങളെ നമ്മൾ കടത്തുമെന്ന് പറയുന്നൊരായത്ത്. 4-ാമത്തത് വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു
വല്ലവനും അതാ തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തെ ആക്രമിച്ച് പോയി, തെറ്റ് ചെയ്തു പോയി, സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, പിന്നെ അവൻ അല്ലാഹുവോട് താണുകേണ് മാപ്പ് പറഞ്ഞാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമാ, ധാരാളം പൊറുക്കുന്നവനായും കാരുണ്യം ചെയ്യുന്നവനുമായും അല്ലാഹുവിനെ അവന് എത്തിക്കാൻ കഴിയും. ഈ 4 ആയത്തുകൾ ഈ ഉമ്മത്തിന് ദുന്യാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറായി റബ്ബ് നൽകിയതാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചും റബ്ബിനോട് ദുആ ചെയ്യണം. പലപ്പോഴും അങ്ങനെ മനസ്സ് തിരിച്ച് തൗബ ചെയ്തിട്ട് പിന്നെയും തെറ്റ് വന്നു പോയവരുണ്ടാകാം. അവരും നിരാശരാകരുത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തെറ്റ് ചെയ്തു എന്നിട്ട് റബ്ബിനോട് തെറ്റ് ചെയ്തു പോയി, അല്ലാഹ് മാപ്പ് തരണേ എന്ന് പറയുമ്പോൾ അല്ലാഹു തആലക്കറിയാം. അവൻ പറയുന്നു, എൻ്റെ അടിമ ഒരു റബ്ബുണ്ടെന്ന് വിശ്വസിച്ചല്ലോ, എന്നോട് തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റ് ഞാൻ പൊറുക്കുമെന്ന് എന്നെക്കുറിച്ച് നല്ലത് വിചാരിച്ച് അവൻ മാപ്പ് ചോദിച്ചല്ലോ, ചിലപ്പോൾ ഞാൻ ശിക്ഷിക്കുമെന്ന് അവൻ ഭയപ്പെടുകയും ചെയ്തുവല്ലോ, ഞാനവന് മാപ്പ് കൊടുത്തു, മാപ്പ് പറഞ്ഞവന് മാപ്പ് കൊടുത്തു. കുറേ കാലം അങ്ങനെ പോയി, പിന്നെയും അയാൾ തെറ്റ് ചെയ്തു പോയപ്പോൾ അപ്പോഴും അദ്ദേഹം അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് അതാ പറയുന്നു, തെറ്റ് വന്നു പോയി, അല്ലാഹ് മാപ്പാക്കണേ, റബ്ബേ മാപ്പാക്കണേ. റബ്ബ് പറയുന്നു, എൻ്റെ അടിമ അറിഞ്ഞല്ലോ അവനൊരു റബ്ബുണ്ടെന്നും ദോഷം പൊറുക്കുമെന്നും അതേ ശിക്ഷിക്കുമെന്നും അവൻ ഉറപ്പിച്ചല്ലോ, ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുത്തു. വീണ്ടും കാലം കുറേ കഴിഞ്ഞ് അവൻ വീണ്ടും തെറ്റ് വന്നുപോയി, അപ്പോഴും അതുപോലെ റബ്ബിനോട് മാപ്പ് പറഞ്ഞു. അപ്പോഴും റബ്ബ് പറയുന്നു, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി, എൻ്റെ അടിമ അവനൊരു റബ്ബുണ്ട്, യജമാനനുണ്ടെന്ന് ഉറപ്പിച്ചല്ലോ, ദോഷം പൊറുക്കുകയും ചെയ്യും, ചിലപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് അവൻ ഉറപ്പിച്ചല്ലോ. അങ്ങനെ ഒരു ഭാഗത്ത് റബ്ബിൽ പ്രതീക്ഷയും മറ്റൊരു ഭാഗത്ത് റബ്ബ് ശിക്ഷിക്കുമെന്ന ഭയവും രണ്ടുമുള്ള മൂമിനാണല്ലോ. ഗഫർതു ലി അബ്ദീ, എൻ്റെ അടിമക്ക് ഞാൻ മാപ്പ് കൊടുത്തു. ആവർത്തിച്ച് തെറ്റ് ചെയ്തു പോയാലും മാപ്പ് തരുന്ന റബ്ബാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇനി തെറ്റ് ചെയ്യുമെന്ന് മനസ്സിൽ കരുതിപ്പോകല്ലേ. റബ്ബ് തരൂല, മാപ്പ് തരൂല, ഇനി മേലിൽ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അല്ലാഹുവോട് ഖേദിച്ച് മടങ്ങുമ്പോഴേ തൗബയാകൂ, അപ്പോഴേ റബ്ബ് മഗ്ഫിറത്ത് തരുന്നുള്ളൂ. പക്ഷേ ദുർബല നിമിഷത്തിൽ പിന്നെയും തെറ്റ് ചെയ്തു പോയാലും അല്ലാഹ് അല്ലാതെ പൊറുക്കാനില്ലല്ലോ. പൊറുക്കപ്പെടാതെ റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകാൻ നമുക്ക് എന്ത് ധൈര്യമാണുള്ളത്? വീണ്ടും വീണ്ടും മാപ്പ് പറയുക തന്നെ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കേണ്ട സമയമാണ്, ദുആ ചെയ്യേണ്ട സമയമാണ്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ സുഹൃത്തുക്കളെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് ഇബ്രാഹിം ഇബ്നു അബീ അബ്ലാ തങ്ങൾ കയറി ചെന്നപ്പോൾ വീട്ടിലുള്ള പള്ളിയിലാണുള്ളത്. അതേ, ഞാൻ ചെന്നു, എന്നിൽ നിന്ന് നല്ല ഉപദേശം കേൾക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ഇബ്രാഹിമേ, എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, മല്ലദീ യുഖ്ലിസുനീ മിൻ ഇഖാബിക, നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന സംഗതി എന്താണ്? അല്ലാഹ് വയുബല്ലിഗുനീ റിദ്വാനക, എനിക്ക് നിന്റെ തൃപ്തി വാങ്ങിത്തരുന്ന കാര്യം എന്താണ്? വയുൻജീനീ മിൻ സുഖതിക, നിന്റെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് എന്താണ്?
അല്ല പറഞ്ഞു മൂസാ നബിയോട് അൽ-ഇസ്തിഗ്ഫാർ ബിൽ ലിസാൻ, നാവ് കൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മഹാനായ അള്ളാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന അൽ-ഇസ്തിഗ്ഫാർ ബിൽ ലിസാൻ വന്നദമു ബിൽ ഖൽബി, മനസ്സുകൊണ്ട് അങ്ങേയറ്റം ഖേദിക്കുക, നന്മ കുറഞ്ഞു പോയതിലും തിന്മ ചെയ്തു പോയതിലും ഖേദിക്കുക. വത്തർക്കു ബിൽ ജവാരിഹി, അവയവങ്ങളെ കൊണ്ട് തെറ്റ് മുഴുവനും ഉപേക്ഷിക്കുക. ഈ 3 കാര്യമാണ് അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, പടച്ചവന്റെ പൊരുത്തൽ ലഭിക്കാൻ, അവന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ല പറഞ്ഞിട്ടുണ്ടെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ. ഫൈനി അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മർറ, ഓരോ ദിവസവും 100 തവണ ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്നുണ്ട്. ആരാണ് സുഹൃത്തുക്കളെ മടങ്ങുന്നത്? ജീവിതത്തിൽ ഒരൊറ്റ തെറ്റും ചെയ്തിട്ടില്ല, ഒരു സൽക്കർമ്മവും ഒഴിഞ്ഞിട്ടില്ല, കുട്ടിക്കാലം മുതലേ ഒരനീതിയും അസത്യവും വന്നിട്ടില്ല. മുല കുടിക്കുന്ന സമയത്ത് പോലും മുല കൊടുക്കുന്ന ഹലീമ ബീവിയുടെ മറ്റൊരു മകനുണ്ട്, സ്വന്തം മകനുണ്ട്. ആ മകൻ്റെ മുല കുടിക്കാൻ കൊടുത്താൽ കുട്ടിക്കാലത്തിന് വിധങ്ങൾ അതാ കുട്ടിക്ക് കുടിക്കേണ്ടത് ഞാൻ കുടിക്കൂല എന്നതൊലക്കും നബിതങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടതല്ലാതെ കുടിക്കൂല. നിനക്ക് ജനിച്ചത് മുതലേ പൂർണ്ണ നീതിയിലും സത്യത്തിലും ജീവിച്ച ഹബീബായ നബിതങ്ങൾ ദിനേന 100 പ്രാവശ്യം അല്ലാഹുവോട് ഖേദിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ, മഹാന്മാര് തെറ്റ് ചെയ്യാത്തവരാണ് റബ്ബിലോട് ഖേദിച്ച് മടങ്ങുന്നത്. അത് റബ്ബിൻ്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കലാണ്, റബ്ബിനെ സ്നേഹിക്കലാണ്. അങ്ങനെയല്ലേ? ഒരു തെറ്റും ചെയ്തില്ല. അതെ, ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് നോമ്പ് തുറക്കാൻ പോയി. ഒരുപാട് വിഭവങ്ങളുണ്ട്. ഭക്ഷണമെല്ലാം കഴിച്ച് വന്ന് കാറിൽ കയറുമ്പോൾ ആ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, വീട്ടിൽ നിന്ന് അതാ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണമൊന്നും വേണ്ട പോലെ ആയില്ലെങ്കിൽ പൊരുത്തപ്പെടണമെന്ന്. ഈ റമദാൻ ആയതിന് ശേഷം അത്രയും നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വിനയമാണ്, താഴ്മയാണ്, കുടുംബത്തിൻ്റെ താഴ്മയാണ്. അതുപോലെ നല്ല കാര്യം മാത്രം ചെയ്ത് തെറ്റൊന്നും ചെയ്യാതെ പടച്ചവനോടും മാപ്പ് ചോദിക്കുന്നത് വലിയ താഴ്മയാണ്. ആ താഴ്മയാണ് നബിതങ്ങൾ ദിവസേന 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറഞ്ഞു മാപ്പ് ചോദിച്ചു എന്ന് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട്. അല്ലാഹി ഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മർറ, 70-ലധികം തവണ ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിലെ റിപ്പോർട്ട്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് നന്നായി മനസ്സ് തിരിച്ച് തൗബ ചെയ്ത് ഈ റമദാൻ പിരിയുന്നതിന് മുമ്പ് നമ്മളെ ദോഷം പൊറുപ്പിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മൾ മറ്റാരോടും വൈരാഗ്യം വെക്കാതെ ഏതൊരു മനുഷ്യരും തൗബ, ആ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നാവ് കൊണ്ട് അനാവശ്യവും ഗീബത്തും നമീമത്തൊക്കെ പറയുന്നത് നിർത്തണം, കളവ് പറയുന്നത് നിർത്തണം. എന്നിട്ടോ വേറെ ആരോടും അസൂയ വെക്കാതിരിക്കണം, അഹങ്കാരവും ശത്രുതയും ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും മോശമായ കൂട്ടുകെട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വലിച്ചെറിയണം. എന്നിട്ട് നമ്മൾ മരണത്തിനെ ഓർമ്മിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി ഒരുങ്ങണം. അതേപോലെ തന്നെ കഴിഞ്ഞു പോയതിൽ ഖേദം പ്രകടിപ്പിച്ച് ഇനി അങ്ങോട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യുമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടണം. ഇതൊക്കെ തൗബ ചെയ്യുന്ന ആൾക്ക് ആവശ്യമായ കാര്യങ്ങളായി പണ്ഡിതന്മാർ ഇമാമികൾ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തൗബ സ്വീകരിക്കപ്പെട്ടാൽ അതിൻ്റെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം മോശമായ കൂട്ടുകെട്ടുകൾ ഒഴിവാകും. അതുപോലെ തന്നെ സ്വന്തം തന്നെ അവൻ്റെ മനസ്സിനിങ്ങനെ ഭയവും ഭീതിയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭീതി ഉണ്ടാകും. നല്ലവരുമായി കൂടിക്കലരാൻ വേണ്ടി അവൻ ശ്രമം നടത്തും, നല്ലവരോട് ബന്ധം സ്ഥാപിക്കും, എല്ലാ തെറ്റുകളിൽ നിന്നും അവൻ മാറി നിന്ന് ജീവിക്കാൻ തുനിയും. അതുപോലെ തന്നെ ദുന്യാവിൻ്റെ വലിയ
ആഡംബരങ്ങളൊന്നും പിന്നെ ചിന്തണ്ടാവില്ല, അവൻ ആഖിറം കിട്ടണം എന്ന ചിന്തയിലേക്ക് മാറും. ഇതാണ് ഒരു തൗബയുള്ളവൻ, തൗബ സ്വീകരിക്കപ്പെട്ടവൻ്റെ ലക്ഷണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിക്കുക, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹു ദോഷം പൊറുക്കാൻ വലിയ കാരണമാണ് ധർമ്മം ചെയ്യുക. ഏത് നന്മകളും ലഭിക്കാൻ അത് കാരണമാണ്. അതുകൊണ്ട് സാധുക്കളോട് എത്രത്തോളം ദയ കാണിക്കുന്നുണ്ടോ അത്രത്തോളം അള്ളാഹു നമ്മളോട് ദയ കാണിക്കും. നമ്മുടെ കുടുംബത്തിൽ വളരെ പാവപ്പെട്ടവരുണ്ടാകും, അയൽവാസികളിൽ പാവപ്പെട്ടവരുണ്ടാകും. ഏറ്റവും വലിയ ബഹുമാനമുള്ള സദഖ നമ്മളെ കുടുംബങ്ങൾക്ക് സദഖ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളെ കുടുംബങ്ങൾ, അതാണല്ലോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൈനബ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിന് സദഖ ചെയ്താൽ കൂലി കിട്ടുമെന്ന് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ അമീറത്ത് വന്നില്ലേ? അപ്പോൾ പറഞ്ഞില്ലേ ഭർത്താവിന് കൊടുത്താൽ വലിയ കൂലി കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഭർത്താവിന് ഭാര്യ സദഖ ചെയ്യുക വലിയ പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ്. സ്വന്തം മക്കൾ പ്രായപൂർത്തിയെത്തിയവരാകുമ്പോൾ അവർക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധം ഉണ്ടാവില്ല, അവർക്ക് ധർമ്മം ചെയ്യുന്നത് വലിയ പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ്. അതുപോലെ ബാപ്പ ഉമ്മക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. അതിൻ്റെ പുറമെ അവർക്ക് നമ്മൾ ഹദിയകളും മറ്റും കൊടുക്കുന്നത് അല്ലാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ്. അതുപോലെ സ്വന്തം ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, പെങ്ങന്മാർ, അതുപോലെ ബാപ്പാൻ്റെ ജ്യേഷ്ഠന്, അനുജന്, കുടുംബങ്ങൾ, അങ്ങനെ തുടങ്ങി ബന്ധപ്പെട്ട ആളുകൾക്ക് സദഖ ചെയ്യുക, അയൽവാസികളെ പരിഗണിക്കുക. അതൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണങ്ങളാണ്. നമ്മളെപ്പോഴും അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് അവൻ്റെ കാരുണ്യം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. പരിശുദ്ധ ഖുർആൻ ധാരാളം ഇപ്പോൾ റമദാനായതിനു ശേഷം ഓതിയിട്ടുണ്ടാവും. അള്ളാഹു ഇനിയും ധാരാളം ഓതാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. ഒരു കാര്യം ഞാൻ പറയുന്നു, ഇനി ഖുർആനൊത്ത് നിർത്തരുത്, നമ്മൾ ഖുർആനൊത്ത് തുടരണം. ഒരു ദിവസം ഒരു ജുസെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനി അത് കഴിഞ്ഞില്ലെങ്കിൽ ഒരു കുറച്ച് പേജുകളെങ്കിലും ഒരു 40 ദിവസം കൊണ്ടെങ്കിലും ഒരു ഖത്മ് തീർക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. അതിനും കഴിഞ്ഞില്ലേ 2 മാസം കൊണ്ടെങ്കിലും ഖുർആൻ ഖത്മ് തീർക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ഖത്മെങ്കിലും ഒരു കൊല്ലത്തിലെങ്കിലും അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഖുർആനോത്തിൽ നമ്മൾ സമയം കാണണം. നമ്മൾ ഖുർആനോത്ത് വെറും റമദാനിൽ മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയല്ല എന്നീ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വഅദ് പറയുന്ന വലിയ മഹാനായിരുന്നു, ദുആക്ക് വലിയ ഇജാബത്തുള്ള ആളായിരുന്നു. ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ വഅദ് കേട്ട് നന്നാകലുണ്ട്. മഹാനവറുകൾ ഒരു ദിവസം വഅദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ സമീപത്ത് കൂടി പോവുകയാണ്. അദ്ദേഹത്തെ ഒരു തെമ്മാടിക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി, അതുപോലെ നട്ട്സ് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. അവർ കള്ളു കുടിച്ചുകൊണ്ട് രസിക്കുന്ന ആളുകളാണ്. അവരുടെ അടുക്കൽ നിന്ന് അങ്ങനെ ആ വസ്തു വാങ്ങാൻ വേണ്ടി പോകുന്ന ആ അടിമ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഅദ് അവിടെ എത്തിയപ്പോൾ മൂപ്പര് ആ വഅദ് കുറച്ച് സമയം കേട്ടു. അങ്ങനെ കേട്ടപ്പോൾ അവിടെ ഒരു സാധു മനുഷ്യൻ വന്നിരിക്കുകയാണ്. ആ സാധു മനുഷ്യൻ മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് പറയണേ, എനിക്കെന്തെങ്കിലും സംഭാവന വാങ്ങിച്ചു തരണം. മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 4 ദിർഹം നിർബന്ധമായും കിട്ടണം. മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചോദിക്കുകയല്ല. അല്ലാഹു തആല ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റൊരാട് യാചിക്കാനുള്ളൊരവസരം നമുക്കാർക്കും നൽകാതെ ഇസ്സത്ത് അല്ലാഹു തആല നിലനിർത്തി തീർമാറാകട്ടെ. നമ്മളൊക്കെ ദീനിയായ ആവശ്യങ്ങൾക്ക്, പാവപ്പെട്ട കുട്ടികളെ ഭക്ഷണത്തിന്, അതുപോലെ ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ ശമ്പളത്തിന്, അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ പടുത്തുയർത്താൻ, വളർത്താൻ, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ധാരാളം സംഭാവനകൾ ജീവിതത്തിൽ ചോദിച്ചിട്ടുണ്ട്. പലരും സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അവരൊക്കെ സഹായിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു തആല സഹായിക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വേണം. അതിനൊക്കെ എപ്പോഴും നിങ്ങൾ സഹായിച്ചവരാണ്, ഇനിയും സഹായിക്കണം. ഞാൻ പറഞ്ഞ വിഷയം ചുരുക്കട്ടെ. മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ, മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ വഅദ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ അടിമ വന്നു. അങ്ങനെ മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഅദ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ 4 ദിർഹം പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട് പറഞ്ഞു, 4 ദിർഹം ആരെങ്കിലും ഈ സാധുവായ മനുഷ്യന് കൊടുത്താൽ, മനില്ലദീ യുതി ഹാദൽ ഫഖീർ 4 ദറാഹിം, 4 ദിർഹം ഈ സാധു മനുഷ്യന് ആര് കൊടുക്കും? ലിഅദഉ ലഹു ബി 4 അശ്യാ, 4 ദുആ ഞാൻ നടത്തി കൊടുക്കുമെന്നാണ്. പരിശുദ്ധ ഖുർആനിലുണ്ട് ഒരു ആയത്ത്, خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم. ഓ നബിയെ, തങ്ങളവരോട് ധർമ്മം വാങ്ങണം, അവരെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ് ധർമ്മം.
അതുകൊണ്ട് തങ്ങൾ അവരെ ശുദ്ധീകരിക്കും. ധർമ്മം കൊണ്ട് മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയാകും. അസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ, സദഖ എന്ന് പറയുന്നത് ദോഷത്തെ കെടുത്തിക്കളയുന്ന സംഗതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അതേ ഫസല്ലി അലൈഹിം, എത്രയാണ് അത് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയാണ്, ഫസല്ലി അലൈഹിം മിന്ന സലാതക സകനുൽ ലഹും, ഓ നബിയേ തങ്ങൾ ദുആ ചെയ്ത് കൊടുക്കണം. ദുആ ചെയ്ത് കൊടുക്കണം. ആർക്ക് ദുആ ചെയ്ത് കൊടുക്കണം? ധർമ്മം ചെയ്യുന്നവർക്ക് ദുആ ചെയ്ത് കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്. അതുകൊണ്ട് ധർമ്മം ചെയ്യുന്നവർക്ക് ദുആ ചെയ്ത് കൊടുക്കൽ നബി തങ്ങൾ ചെയ്യാറുണ്ട്. ഇന്ന സലാതക സകനുൽ ലഹും, തങ്ങളുടെ ദുആ ധർമ്മം ചെയ്യുന്നവർക്ക് മനസ്സിന് വലിയ സമാധാനമാണ് നബിയേ. നബി തങ്ങളെ ദുആ പോലെ ആർക്കാണിപ്പോൾ ദുആ ഉള്ളത്? പക്ഷേ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ദീന് നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ, അവർ ധർമ്മം വാങ്ങി ദുആ ചെയ്ത് കൊടുക്കാറുണ്ട്. പഴയ കാലത്ത് സ്ത്രീകൾ ചിറ്റുമുറിച്ച് കൊടുക്കും, മോതിരമഴിച്ചു കൊടുക്കും, അതുപോലെ വള അഴിച്ചു കൊടുക്കും. ഇന്നും എൻ്റെ അടുക്കൽ ഒരു സ്വർണ്ണമോതിരം ഒരാൾ കൊണ്ടെത്തന്നു. ഒരു കുട്ടിയുടെ ശരീരത്തിലുള്ള ഒരു ചെറിയ രോഗം, ഒരു തോലിൻ്റെ കളറ് മാറുന്ന രോഗം മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്ത് വെള്ളപ്പാണ്ട് രോഗം തന്നെ നീ മാറ്റിക്കൊടുത്തത് ഞങ്ങളോട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നീ ആ കുട്ടിയുടെ രോഗം പൂർണ്ണ സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ നൽകണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ദുആ ചെയ്ത് കൊടുക്കണം. അതവർക്ക് സമാധാനമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അതാണ് മൻസൂർ റളിയല്ലാഹു അൻഹു പറയുന്നത്, 4 ദിർഹം പാവപ്പെട്ടവനെ സഹായിച്ച 4 ദുആ ഞാൻ നടത്തിത്തരും. ഈ അടിമ, ആ തെമ്മാടികൾ പറഞ്ഞയച്ച അടിമ 4 ദിർഹം കൊണ്ടാണ് വസ്തുക്കൾ വാങ്ങാൻ പോകുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി, എന്നാൽ ഇതിവിടെ ഉസ്താദിൻ്റെ കൊടുക്കാം, ദ്വാരപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 ദിർഹമും കൊടുത്ത് സാധുവായ മനുഷ്യന് ആ 4 ദിർഹമും കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ദുആ ചെയ്യേണ്ടത്, ഒന്ന്, ഞാനൊരു അടിമയാണ്, എനിക്ക് മോചനം കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലിയാൽ 10 അടിമനെ മോചിപ്പിച്ച കൂലി കിട്ടുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഒരടിമനെ മോചിപ്പിച്ചാൽ തന്നെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ഹദീസിലുണ്ട്. അതുകൊണ്ട് ദിവസം പതിവാക്കാൻ പറ്റുന്നവരൊക്കെ പതിവാക്കിക്കോളി. അള്ളാഹിൻ്റെ ബഹുമാനം പറയുന്ന എല്ലാ അമ്പിയാക്കളും പറഞ്ഞ ദിക്റുകളിൽ ഏറ്റവും ബഹുമാനമുള്ള ദിക്റാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര പെട്ടെന്ന് 100 എണ്ണം ചൊല്ലാൻ പറ്റും നല്ല മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിയാൽ. അതിൻ്റെ പുറമെ 100 തെറ്റുകൾ മേക്കപ്പെടും, 100 നന്മകൾ കിട്ടും. ശൈത്താനിൽ നിന്ന് അന്നത്തെ ദിവസം മുഴുവനും പ്രൊട്ടക്ഷൻ ലഭിക്കുമെന്ന് വരെ ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിലുണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ എന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു. പിന്നെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ ദുആ എന്താണ്? എൻ്റെ യജമാനനായ മുതലാളി, അയാളിങ്ങനെ കള്ളെല്ലാം കുടിച്ച് തെറ്റ് ചെയ്തിങ്ങനെ ജീവിക്കുന്നത്, അയാൾ അള്ളാഹ് വിരോധിച്ചൊക്കെ ഒഴിവാക്കിയിട്ട് നന്നാകാൻ വേണ്ടി, തൗബ കിട്ടാൻ വേണ്ടി ദ്വാരക്കണമെന്ന്. മൂന്നാമത്തെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ 4 ദിർഹം ഞാനിവിടെ കൊടുത്തില്ലേ, അതിൽ ഇപ്പം ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാ? അതുകൊണ്ട് എനിക്കതിന് പകരം അല്ലാഹു തആല തരണം, അതിനു വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു. പിന്നെന്താ വേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ യഗ്ഫിറല്ലാഹു ലക, വഅദ് പറയുന്ന ഉസ്താദിന് അല്ലാഹ് പുറത്തു തരണം. സുഹൃത്തുക്കളെ, സാധുവായ ഞാൻ വഅദ് പറയാൻ തുടങ്ങിയിട്ട് കുറേ കൊല്ലങ്ങൾ, 10-35ഓളം കൊല്ലമായി. എൻ്റെ ദോഷം അല്ലാഹു പുറത്തു തരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ആ അടിമ പറയാണ്, വഅദ് പറയുന്ന ഉസ്താദിന് അല്ലാഹു പുറത്തു തരണം, അതിന് ദുആ ചെയ്യണം. ഇവിടെ വന്ന് ഈ സദഖ ചെയ്ത എനിക്കും അല്ലാഹ് മാപ്പ് തരണം. വലി മൗലായ, എൻ്റെ മുതലാളിക്കും അല്ലാഹ് മാപ്പ് തരണം. വലിയ അഹ്ലി ഹാദൽ മജ്ലിസ്, ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹ് മാപ്പ് തരാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെയും ജീവിതത്തിൽ സഹായിച്ച എല്ലാവർക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും
നീ മാപ്പാക്കണേ അല്ലാ. ഓ സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു അവനിലേക്ക് ഖൽബ് തിരിച്ച് ഈ സമയത്ത് പാവപ്പെട്ട എനിക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു കൊടത്തന്നെ കൈ ഉയർത്തിയിട്ടങ്ങ് ദുആ ചെയ്യാണ്. ഈ 4 കാര്യത്തിനും ദുആ ചെയ്തു. അവസാനം ദുആ കഴിഞ്ഞ് മടങ്ങി ഈ അടിമ മുതലാളിയുടെ സമീപത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ 4 ദിർഹം കൊടുത്ത് 4 ദുആയാണ് വാങ്ങിയത്. അത് മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ വാളിന്റെ മജ്ലിസിലാണ്. അപ്പം അയാൾ ചോദിച്ചു, എന്താണത്? അപ്പോൾ പറഞ്ഞു, ഒന്ന് അല്ലാഹു തആല എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ്. രണ്ടാമത്തതോ നിങ്ങൾക്കല്ല തൗബയുടെ മനസ്സ് തരാനാണ്. മൂന്നാമത്തതോ എനിക്ക് 4 ദിർഹമിന് പകരം അല്ല തരാനാണ്. നാലാമത്തതോ അല്ലാഹു തആല വഅദ് പറഞ്ഞ ശൈഖിനിക്കും എനിക്കും നിങ്ങൾക്കും സദസ്സിലുള്ള മുഴുവൻ ആൾക്കും പുറത്തു തരാനാണ്. ഇത് കേട്ടപ്പോൾ ആ മുതലാളിയുടെ മനസ്സിൽ അത് ശരിക്കങ്ങ് പതിഞ്ഞു. അല്ലാഹ് അങ്ങനല്ലേ ഹിദായത്ത് കൊടുക്കല്. അള്ളാന്റെ പൊരുത്തത്തിന് എന്നെ ഞാൻ മോചിപ്പിച്ചു എന്ന് പറഞ്ഞു. വതുബ്തു ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് തൗബ ചെയ്യുന്നു, ഇനി തെറ്റ് ചെയ്യൂല. ആ പ്രതിജ്ഞ എടുത്തു. 4000 ദിർഹം, 4 പകരം നിനക്ക് ഞാൻ തന്നു. നാലാമത്തെ ദുആ ഉണ്ടല്ലോ ഉസ്താദ് നടത്തിയ ദുആ, ഫൈജാബത്തുഹു അലല്ലാഹ്, അതിനുത്തരം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയൂല. വമാലീ ഫീഹി മജാൽ, എനിക്കതിന് കഴിയില്ല. അത് ഉസ്താദിന് പുറത്തു കിട്ടണം, അതുപോലെ എനിക്ക് പുറത്തു കിട്ടണം, അടിമക്ക് പുറത്തു കിട്ടണം, സദസ്സിലുള്ളവർക്ക് പുറത്തു കിട്ടണം. വല്ലദീ ത്വലഅ ബിയദീ അമിൽതു, എൻ്റെ കയ്യിലുള്ളത് ഞാൻ ചെയ്തു. വാന മഅദൂറും ഫീ ദാലിക്, അതെന്നെ കൊണ്ട് കഴിയുന്നതല്ലല്ലോ. ആ മുതലാളി അത് പറഞ്ഞു. അന്നത്തെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, മാകാന ബിയദിക ഫഅൽതഹു മഅന്നക അബ്ദുൽ ലൈം, വളരെ മോശക്കാരനായ അടിമയായിട്ട് പോലും നിന്റെ കയ്യിലുള്ളത് നീ ചെയ്തുവല്ലോ. വമാ അഹൽതഹു അലല്ലാഹി തആല, നീ അല്ലാഹുവിന്റെ മേൽ ഏൽപ്പിച്ച കാര്യം കൈഫ ഉഹ്മിലുഹു മാ സഅതി റഹ്മതി, എൻ്റെ കാരുണ്യം എത്ര വിശാലമാണ്. അങ്ങനത്തെ ഞാനുണ്ടോ പിന്നെ അത് ചെയ്യാതിരിക്കുന്നു. ഫഗഫർതു ലക, അതുകൊണ്ട് നിനക്ക് മുതലാളിയായ നിനക്ക് ഞാൻ പൊറുത്തു. വലി ഗുലാമിക, നിന്റെ അടിമക്കും പൊറുത്തു. വലി മൻസൂർ, പറഞ്ഞ മൻസൂറിനും പൊറുത്തു. വലി മൻ കാന ഫീ മജ്ലിസിഹി, മജ്ലിസിലുള്ളവർക്കും പൊറുത്തു. അല്ലാഹു നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഓൺലൈനിലാണെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ദുആക്ക് റബ്ബ് ഇജാബത്ത് തരട്ടെ. മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ വഫാത്തായപ്പോ മഹാനവറുകൾ അബുൽ ഹസൻ ഷാബാനി തങ്ങൾ സ്വപ്നത്തിൽ കണ്ടു. ചോദിച്ചു, എന്താ അല്ലാഹ് നിങ്ങളെ കൊണ്ട് ചെയ്തത്? വഅദ് പറയലല്ലേ, എന്താ ചെയ്തത്? അപ്പൊ പറഞ്ഞു, അല്ലാഹു തആല എന്നോട് ചോദിച്ചു, അന്തൽ മൻസൂർ ഇബ്നു അമ്മാർ, നിങ്ങൾ മൻസൂർ ഇബ്നു അമ്മാർ അല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ പറഞ്ഞു, അന്തല്ലദീ കുന്ത തഅ്മുറുന്നാസ ബിസ്സുഹ്ദി വലാ തഅതി ബിഹി, ദുനിയാവിനോട് സ്നേഹമൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ അതിങ്ങനെ പറഞ്ഞിട്ട് നീ സാഹിദാകാറില്ലല്ലോ എന്ന് പറഞ്ഞു എന്നോട്. പോലത്തു ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെയാണല്ലോ, ഞാൻ അത്രയൊന്നും വലിയ നല്ലവനായിട്ടില്ല. പക്ഷെ ഇലാഹി, അള്ളാഹുവേ എൻ്റെ ഇലാഹെ, അൽ കലാമു കലാമുക്ക, ഞാൻ പറഞ്ഞതൊക്കെ നിൻ്റെ ഖുർആൻ ഓതിയിട്ടാണ്, നിൻ്റെ കലാമാണ് ഞാൻ പറഞ്ഞത്. വലാക്കിൻ മസ്തഖൽതു ബിൽ വഅദി അബദൻ, ഞാൻ ഒരിക്കലും വഅദ് പറയാൻ തുടങ്ങിയിട്ടില്ല. ഇല്ലാ വബ്തദു ബി ഹംദിക വസനായിക, ഞാൻ അൽഹംദുലില്ലാ ചൊല്ലി നിന്നെ സ്തുതിച്ചിട്ടല്ലാതെ ഞാൻ വഅദ് പറയില്ല. സുമ്മ ബി സ്വലാത്തി വസ്സലാമി അലാ നബിക അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്തി ചൊല്ലിയിട്ടും അല്ലാതെ ഞാൻ വഅദ് പറയില്ല. ഞാൻ വഅദ് പറഞ്ഞ പോലെ ഒന്നും എനിക്ക് ചിലപ്പോൾ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ തന്നെയും ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞൊക്കെ നിൻ്റെ ഖുർആനിലുള്ള കാര്യങ്ങളാ ചെയ്തൊക്കെ ഞാൻ ഹംദ് ചൊല്ലിയിട്ടും സലാത്ത് ചൊല്ലിയിട്ടുമാണ് വഅദ് പറഞ്ഞത്. സുമ്മ ശറഅതു ഫീ നുസ്ഇ ഇബാദിക, പിന്നെ നിൻ്റെ അടിമകളെ നല്ല കാര്യം ഉപദേശിക്കുന്നതിൽ ഞാൻ തുടങ്ങലാണ് എന്ന് പറഞ്ഞു. അല്ലാഹു തആല എന്നോട് പറഞ്ഞു, സദഖത, പറഞ്ഞു നേരാ,
സുമ്മ അമറൽ മലായിക്ക, പിന്നെ മലക്കുകളോട് അല്ലാഹു കൽപ്പിച്ചു അനിൻസിബൂ ലഹു കുർസിയ്യം ഫിസ്സമായി ബൈനൽ മലായിക്ക, മലക്കുകൾക്കിടയിൽ ആകാശത്തിൽ അദ്ദേഹത്തിന് ഒരു കസേര വെച്ച് കൊടുക്കണം. എന്തിനിൽ യുസ്നി അലയ്യ കമാ കാന യുസ്നി അലയ്യ ഫിൽ അർളി, ഭൂമിയിൽ എന്നെ പുകഴ്ത്തലല്ലേ അദ്ദേഹത്തിന് ജോലി ഡ്യൂട്ടി. അതുകൊണ്ട് അവിടെയും ഇവിടെയും അള്ളാഹു ആകുന്ന എന്നെ അദ്ദേഹം പുകഴ്ത്തട്ടെ, അദ്ദേഹത്തിന് കസേര വെച്ച് കൊടുക്കണം എന്ന് അള്ളാഹു തആല പറഞ്ഞു എന്ന് അബുൽ ഹസൻ ഷാറാനി റളിയല്ലാഹു അൻഹുവിനോട് മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ മറുപടി പറഞ്ഞതായി ഇമാമികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ ഉത്ബോധനങ്ങളും, എല്ലാ വഅലുകളും ഓൺലൈനിലും അല്ലാതെയും നടത്തിയ ജീവിതത്തിൽ ചെയ്ത എല്ലാ വഅലുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സുകളൊക്കെ ദുആക്ക് ഇജാബത്തുള്ള സദസ്സുകളാക്കി തരട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ അമലുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. നമ്മൾ സാധാരണയായി റമദാൻ 29 പരിപാടിയിൽ തൗബയുടെ വാചകം ചൊല്ലിക്കൊടുക്കുന്ന പതിവ് പഴയ ആലിമീങ്ങളെ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ ഒരു പതിവുണ്ട്. അത് ചൊല്ലിത്തന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സ്ഥാപനം അള്ളാഹു വലിയ ബർക്കത്ത് തന്ന സ്ഥാപനമാണ്. ഒരു മാസത്തിൽ 25 ലക്ഷം ഉറുപ്പികയോളം ഈ കോവിഡ് വരുന്നതിന് മുമ്പ് നേർച്ചയായി ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ഇവിടെ വന്നൂടാ, ആർക്കും വന്നിട്ട് തരാൻ പറ്റാത്ത ചുറ്റുപാടായിപ്പോയി. അതുകൊണ്ട് തന്നെ നേർച്ച സംഖ്യകളൊക്കെ മുടങ്ങിപ്പോയി. അതുപോലെ തന്നെ വരിസംഖ്യയായിട്ട് അല്ലാതെയും വിദേശത്തും നാട്ടിലും നമ്മുടെ ഓർഗനൈസർമാർ നാടൊട്ടാകെ ഓടി നടന്ന് അധ്വാനിച്ച് അവർ വലിയ സംഖ്യകൾ പിരിച്ചു കൊണ്ടുവന്ന് റമദാൻ ഷരീഫിൻ്റെ അവസാനത്തെ ദിവസം എന്നെ ഏൽപ്പിക്കാറുണ്ട്. അള്ളാഹുവേ, അവർക്ക് എവിടെയും പോയിക്കൂടാതെ വിഷമിച്ചു പോയി. ചിലരൊക്കെ എന്നിട്ടും ചെറിയൊരളവ് കിട്ടിയപ്പോൾ ജീവൻ പണയം വെച്ച് ഓടി നടക്കുന്നുണ്ട്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അവരുടെ കയ്യിൽ സഹായം കൊടുത്തവർ ആർക്കും കമ്മീഷനില്ല. വിദേശത്തും നാട്ടിലും നമ്മൾ ഓർഗനൈസർമാർക്ക് അവർക്ക് ചെറിയ ശമ്പളമാണ് കൊടുക്കാറ്. ശമ്പളം കൊടുക്കാനും കഴിയൂലല്ലോ ഇപ്പോൾ. അതല്ലേ ഇപ്പോഴത്തെ അവസ്ഥ. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ഈ പരിപാടി പങ്കെടുത്ത്. അള്ളാഹു എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല നീക്കി നമ്മളെ സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ഓ മോമിനീങ്ങളെ, നമ്മൾ ഓർക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത